السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. قل يا أهل الكتاب لا تغلوا في دينكم غير الحق ولا تتبعوا أهواء قوم قد ضلوا من قبل وأضلوا كثيرا وضلوا عن سواء السبيل. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാ ജീവിത നിർദ്ദേശങ്ങളും കഴിവിൻപടി ജീവിതത്തിൽ പകർത്തി തഖ്വ കൈവിടാതെ ജീവിതാന്ത്യം വരെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം മുറുകെ പിടിച്ച് ജീവിക്കാൻ ശ്രമിക്കണേ എന്നാദ്യമായി ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. തബ്ലീഗ് ജമാഅത്ത് എന്തല്ല എന്ന വിഷയത്തെക്കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. വളരെ ദീർഘമായി സംസാരിക്കേണ്ടതും ധാരാളം തെളിവുകൾ എടുത്തു കാണിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുമായ ഒരു വിഷയമാണിത്. പക്ഷേ റമദാനിൽ നോമ്പുകാരായിരിക്കെ 1 മണിക്കൂർ മാത്രമാണ് നമുക്ക് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും കൂടുതൽ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുക സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ്. അതിനാൽ ചുരുക്കി വിഷയങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് അറിയാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മുസ്ലിം സമുദായത്തിൽ നമസ്കാരം, നോമ്പ്, ദിക്ർ, സലാത്ത് പോലെയുള്ള കർമാനുഷ്ഠാനങ്ങളിലേക്ക് പ്രേരിപ്പിക്കാനും മുസ്ലിമീങ്ങളെ തെറ്റുകളിൽ നിന്നും തമ്മാടിത്തങ്ങളിൽ നിന്നും തടഞ്ഞ് അവരെ പള്ളികളിലെത്തിക്കുവാനും വീടുകൾ തോറും കയറിയിറങ്ങിയും തമ്മാടികളും താന്തോന്നികളുമായും നേരിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്തുകാർ. ഈ പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ പഞ്ചാബ് പ്രദേശത്താണെങ്കിലും ഇന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഖാദിയാനിസവും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടത് ഇന്ത്യയിലാണല്ലോ. അതുപോലെ തബ്ലീഗ് ജമാഅത്തും ഉടലെടുത്തത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ന് ചില ആളുകൾ അതിൻ്റെ ബാഹ്യമോടികൾ മാത്രം കണ്ടുകൊണ്ട് അതിലെന്താണ് തെറ്റ്, അവരെ കൂടെ പോയാൽ 10-40 ദിവസം നമുക്ക് തന്നെ ഒരു പ്രത്യേക തഖ്വ കിട്ടുമല്ലോ, കുറേ തമ്മാടികളെയും താന്തോന്നികളെയും ഒക്കെ പള്ളികളെത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ടല്ലോ, പൂട്ടിക്കിടന്നിരുന്ന പല പള്ളികളും ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ അവരുടെ പ്രവർത്തനം കാരണം തുറക്കുകയും ധാരാളമായി മുസ്ലിമീങ്ങൾ അതിൽ നമസ്കാരം തുടങ്ങുകയും ചെയ്തിട്ടുണ്ടല്ലോ, സ്വന്തം സമ്പത്തും സമയവും ദീനിനു വേണ്ടി വിനിയോഗിക്കാൻ അവർ തയ്യാറാകുന്നുണ്ടല്ലോ എന്നിങ്ങനെ അവരുടെ ചില ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോകുവാൻ ചില ആളുകൾ തയ്യാറായി. പാമരന്മാരെ സംബന്ധിച്ചിടത്തോളം പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യാതെ അവർ പോകുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അറിവുള്ളവരെന്ന് വിചാരിക്കുന്ന പണ്ഡിതന്മാരും
പഠിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യാതെ ഇവരുടെ കൂടെ കൂടുകയും ഇവരുടെ ജമാഅത്തിലൂടെ ലഭിക്കുന്ന അനുഭൂതിയെ സംബന്ധിച്ച് ആളുകളോട് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിന് ഫലമായി ഇന്ന് ചില ആളുകൾ അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഞാനിവിടെ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് സലഫി പ്രസ്ഥാനം എന്തുകൊണ്ട് തബ്ലീഗ് ജമാഅത്തിനെ വിമർശിക്കുന്നു എന്നതാണ്. സലഫി പ്രസ്ഥാനവും തബ്ലീഗ് ജമാഅത്തും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്ന് ചുരുക്കി പറയാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. സലഫികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ ആളുകൾ എത്ര കണ്ട് ആകൃഷ്ടരാകുന്നു, എത്ര പേര് അവർക്ക് അനുഭാവികളാക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഒരു പ്രവർത്തനത്തെ പുകഴ്ത്തി പറയുക സലഫികളുടെ രീതിയല്ല. അങ്ങനെയാണെങ്കിൽ കാദിയാനിസത്തെയും ഷിയായിസത്തെയും ഒക്കെ പുകഴ്ത്തേണ്ടി വരും. കാരണം ധാരാളക്കണക്കിന് ആളുകൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഇന്ന് കാദിയാനിസത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഷിയായിസത്തിലേക്ക് പലരും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം കാദിയാനിസം ശരിയാണെന്നോ ഷിയായിസം ശരിയാണെന്നോ ആരെങ്കിലും പറയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഓരോ പ്രസ്ഥാനത്തെയും പ്രവർത്തനത്തെയും നാം വിലയിരുത്തുമ്പോൾ അവരുടെ തെളിവുകൾ എന്തൊക്കെയാണ്, ആശയങ്ങൾ എന്തൊക്കെയാണ്, അതിന് പരിശുദ്ധ ഖുർആനിലും തിരുനബിയുടെ സുന്നത്തിലും സഹാബികളുടെ ജീവിതത്തിലുമൊക്കെ ന്യായങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏതൊരു പ്രവർത്തനത്തെയും നാം പുകഴ്ത്താനോ ഇകഴ്ത്താനോ പാടുള്ളൂ എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഒരു പ്രവർത്തന ശൈലിയിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെട്ടത് കൊണ്ട് ആ പ്രവർത്തന ശൈലി ശരിയാണെന്നോ, ആളുകൾ ആകർഷിക്കപ്പെടാത്തത് കൊണ്ട് ആ പ്രവർത്തന ശൈലി തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കറിയാം, നബിമാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ചില നബിമാർക്ക് വിരലിലെണ്ണാവുന്ന ആളുകളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ പൂർവ്വകാല പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങളുടെയും ചിത്രം കാണിച്ചു കൊടുക്കേണ്ട ഒരു ദർശനമുണ്ടായി. അപ്പോൾ റസൂൽ പറയാണ്, ഒരു നബി അദ്ദേഹത്തിന്റെ കൂടെ ഒന്നോ രണ്ടോ ആളുകൾ മാത്രം. വനബിയുൻ ലൈസ മഅഹു അഹദുൻ, ഒരു നബി അദ്ദേഹത്തിന്റെ കൂടെ ആരുമില്ല. എന്തുകൊണ്ടാണ്? പ്രവാചകന്മാർ പ്രചരിപ്പിച്ച ആശയം തെറ്റായതുകൊണ്ടായിരുന്നോ? അല്ലെങ്കിൽ അവരുടെ ശൈലി തെറ്റായതുകൊണ്ടായിരുന്നോ? ഒരിക്കലുമല്ല. അവർ അള്ളാഹുവിൽ നിന്നും പ്രബോധനത്തിന്റെ ദഅവത്തിന്റെ ശൈലി പഠിച്ചവരാണ് പ്രവാചകന്മാർ. അള്ളാഹുവിന്റെ മേൽനോട്ടത്തിന് നബിമാരുടെ ദഅവത്ത് നടക്കുന്നത്. ഏതിനൊക്കെ മുൻഗണന കൽപ്പിക്കണം, എങ്ങനെയൊക്കെ പറയണമെന്ന് അവർ അള്ളാഹുവിൽ നിന്നും നേരിട്ട് പഠിച്ചവരാണ് വഹയിന്റെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് പോലും അവർക്ക് ജനങ്ങളെ ആകർഷിക്കാൻ സാധിച്ചില്ല. ഒരാളെ പോലും കിട്ടാത്ത നബി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് നബിമാരുടെ പ്രവർത്തന ദോഷം കൊണ്ടല്ല, അവർ പ്രചരിപ്പിച്ച ആശയത്തിന്റെ കുഴപ്പമല്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ആകർഷിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരു പ്രവർത്തനം സത്യമാണെന്നോ, ആളുകളെ കൂടുതൽ ആകർഷിക്കാൻ സാധിച്ചില്ല എന്നതുകൊണ്ട് ഒരു പ്രവർത്തനം ദോഷമാണെന്നോ തെറ്റാണെന്നോ നമുക്ക് വിലയിരുത്താൻ പാടില്ല എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. മാത്രമല്ല, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ, അതിന് സ്വീകരിക്കുന്ന മാർഗവും ശരിയായിരിക്കണം. ചില ആളുകളുണ്ട്, കാര്യം എന്തൊക്കെ അവർക്ക് തെറ്റുകളുണ്ടെങ്കിലും അവർ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, ജനങ്ങളെ ദീനിലേക്ക് ആകർഷിക്കുക, ദീനീ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ആവേശവും താല്പര്യവും ഉണ്ടാക്കുക, അതിനല്ലേ അവർ പരിശ്രമിക്കുന്നത്. ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി കുറച്ച് കള്ളക്കഥകളോ കുറച്ച് ലൈഫായ ഹദീസോ ഒക്കെ ഉപയോഗിച്ച് അത് നമ്മൾ സാരമാക്കേണ്ടതില്ല. ലക്ഷ്യം നല്ലതാണല്ലോ എന്നാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യം മാർഗത്തെ ന്യായീകരിക്കുകയില്ല. ലക്ഷ്യം നല്ലതാതുകൊണ്ട് ഏത് മാർഗവും സ്വീകരിക്കാം എന്ന ചിന്താഗതി ഇസ്ലാമിൽ സ്വീകാര്യമല്ല. ലക്ഷ്യവും ആ ലക്ഷ്യം നേടിയെടുക്കാൻ നമ്മൾ സ്വീകരിക്കുന്ന മാർഗങ്ങളും സത്യസന്ധവും പ്രമാണയുക്തവും ന്യായവുമായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യത്തിലും മാർഗത്തിലും പ്രവാചകന്മാരുടെ മാതൃകയിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ട് എന്നതാണ് സലഫികൾക്ക് പറയാനുള്ളത്. അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും സാധിക്കും. ഒന്നാമത്തെ വ്യത്യാസം പ്രമാണങ്ങളിലുള്ള വ്യത്യാസമാണ്. സലഫി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ 4 പ്രമാണങ്ങൾ അതങ്ങനെ തന്നെ സ്വീകരിക്കുന്നവരാണ് സലഫികൾ. എന്നാൽ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായും അവലംബിക്കുന്നത് കള്ളക്കഥകളെയും അതുപോലെ തന്നെ ലഈഫായ ഹദീസുകളെയുമാണ്. നിങ്ങൾക്ക് ഞാനിത് വെറുതെ പറയുന്നതല്ല. ഫദായിലെ അമാൽ എന്ന പേരിൽ, അമലുകളെ മഹത്വങ്ങൾ എന്ന പേരിൽ സക്കരിയ സാഹിബ് സഹാറംപൂരി എഴുതിയിട്ടുള്ള കൃതികൾ, അതാണ് തബ്ലീഗുകാർ അവരെ
ജമാഅത്തിന് പോകുമ്പോൾ പള്ളികളിൽ വട്ടമിട്ടിരുന്ന് വായിക്കുന്നത്. ഓരോ തബ്ലീഗുകാരനും നിത്യേന ഭക്ഷണം കഴിക്കുന്നത് പോലെ തഅലീം കിതാബ് വായിക്കണം എന്നാണ്. ഒരു വഖത്തിലെങ്കിലും അത് വായിച്ചിരിക്കണം. തബ്ലീഗിന്റെ ആവേശം നിലനിർത്തുവാനും തബ്ലീഗി പ്രവർത്തനത്തിൽ അവർക്ക് താല്പര്യം കുറഞ്ഞു പോകാതിരിക്കാനും വേണ്ടി നിത്യേന എന്നോണം ഫസായിൽ അഅ്മാൽ വായിക്കണമെന്നാണ്. അതിൽ ആ പുസ്തകത്തിൽ അദ്ദേഹം തന്നെ പറയുന്നത്, പരിശുദ്ധ ഖുർആനും ഹദീസും ഞാൻ ബർക്കത്തിന് വേണ്ടി അല്പം മാത്രമേ ഉദ്ധരിക്കുന്നുള്ളൂ എന്നാണ്. ഖുർആനും ഹദീസും ബർക്കത്തിന് വേണ്ടി മാത്രം എന്ന് അദ്ദേഹം ചോദിക്കാണ്, കൂടുതൽ ഉദ്ധരിച്ചാൽ ആരുണ്ട് വായിക്കാൻ? എന്നാ മൂപ്പര് ബാക്കി പറയുന്നതോ പിന്നെ മുഴുവൻ കള്ളക്കഥകളുടെ കൂമ്പാരങ്ങളാണ് അദ്ദേഹം നിരത്തി വെക്കുന്നത്. ദുർബല ഹദീസുകളുടെയും കള്ളക്കഥകളുടെയും ഒരു ഗോഡൌൺ ആണ് യഥാർത്ഥത്തിൽ ഫളായിലെ അഅ്മാൽ എന്ന് പറയുന്ന തബ്ലീഗുകാർ കൊണ്ടു നടക്കുന്ന, വേദം പോലെ കൊണ്ടു നടക്കുന്നവരെ ആ പുസ്തകം. ദുർബല ഹദീസുകളുടെയും കള്ളക്കഥകളുടെയും ഒരു ഗോഡൌൺ എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു സംശയവുമില്ല. അത്രമാത്രം കള്ളക്കഥകളാണ് അതിൽ അദ്ദേഹം വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കിട്ടാവുന്ന പേരുകളൊക്കെ ഉപയോഗിച്ച് അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ള കിതാബുകളിലൊക്കെ എന്തൊക്കെ കള്ളക്കഥകളുണ്ടോ അതെല്ലാം തെരഞ്ഞു പിടിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത്രമാത്രം കള്ളക്കഥകള് ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സലഫികൾ എഴുതിയ പുസ്തകത്തിലൊന്നും ലൈഫായ ഹദീസുകളൊന്നും വന്നു പോയിട്ടില്ലേ? ഉണ്ടാവാം. ചിലപ്പോൾ അറിവില്ലാത്തതിന്റെ പേരിൽ ലൈഫാണ് എന്നറിയാതെ ചിലപ്പോൾ ചില ഹദീസുകളൊക്കെ സലഫികളുടെ പുസ്തകത്തിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ലൈഫായ ഹദീസുകൾ ഉപയോഗിക്കാം. ലൈഫായ ഹദീസുകൾ ജനങ്ങളെ അമലുകൾക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് വാദിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നത്. അറിവില്ലാതെ സംഭവിച്ചു പോയതിൽ അദ്ദേഹത്തെ കുറിച്ച് ഈ തഅലീം കിതാബിന്റെ മുഖവരയിൽ പറഞ്ഞ ഇദ്ദേഹം ഷെയ്ഖുൽ ഹദീസ് ആണെന്നാണ്. ദാറുൽ ഉലൂം ദയൂബന്ദ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹനഫി മദ്രസയായ ദയൂബന്ദ് ദാറുൽ ഉലൂമിലെ ഹദീസിന്റെ ഗുരുവാണ് അദ്ദേഹം എന്നാണ്. അങ്ങനെയുള്ള ആള് അറിയാതെ സംഭവിച്ചതല്ല അദ്ദേഹത്തിന്. അദ്ദേഹം കരുതി കൂട്ടി തന്നെ ലൈഫായ ഹദീസുകൾ ആളുകളെ അമലുകൾക്ക് പ്രേരിപ്പിക്കാൻ ഉപയോഗിക്കാം എന്ന ലൈസൻസോട് കൂടിയാണ് അദ്ദേഹം ഈ കഥകളെല്ലാം എടുത്തു ചേർത്തിട്ടുള്ളത്. ഈ കഥകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തബ്ലീഗ് സുഹൃത്തുക്കൾ പറയും, അത് നമ്മൾ ഈ കുട്ടികളെയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാറില്ലേ? കുട്ടികൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുട്ടികളോട് നമ്മൾ പല കഥകളും പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. അതുപോലെയാണ് മഹാന്മാരെ സംബന്ധിച്ച പല കഥകളും നമ്മൾ പറയുന്നത് ആളുകളെ അമലിന് പ്രേരിപ്പിക്കാനാണ്. അമലുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ കഥകൾ ഒഴിവാക്കും. അതുകൊണ്ട് അതിനെ അത്ര വിമർശിക്കേണ്ടതില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ റമളാനിന്റെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ 18ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, മഹാന്മാരെ സംബന്ധിച്ച് പറയപ്പെട്ട സംഭവങ്ങൾ വെറുതെ വായിക്കുന്നതിന് വേണ്ടിയോ അവരെ വാഴ്ത്തി രസിക്കുന്നതിന് വേണ്ടിയോ അല്ല ഇവിടെ വിവരിച്ചിരിക്കുന്നത്. മറിച്ച് അവരവരുടെ കഴിവിനനുസൃതമായി അവരെ പിൻപറ്റുന്നതിനും അങ്ങേയറ്റം പരിശ്രമിച്ച് പൂർണ്ണമായും അതുപോലെ ആയിത്തീരുന്നതിന് യത്നിക്കുന്നതിനും വേണ്ടിയാണ്. ഇത് റമളാനിന്റെ മഹത്വങ്ങൾ ഫളായിലെ റമളാൻ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ വെറുതെ വായിച്ച് രസിക്കുന്നതിന് വേണ്ടിയല്ല മഹാന്മാരെ കഥകൾ പറഞ്ഞിട്ടുള്ളത്, കഴിവിന്റെ അത്ര പരിശ്രമിച്ച് അതുപോലെ ആയിത്തീരാൻ വേണ്ടിയാണ് എന്നാണ്. മാത്രമല്ല അദ്ദേഹം തനിക്കും ഇതുപോലെ ആകാൻ സാധിച്ചെങ്കിൽ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും ഈ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ സുഹൃത്തുക്കളെ, ഇതുപോലെയുള്ള കള്ളക്കഥകള് ധാരാളമായി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും തന്നെ സലഫി പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് യോജിക്കാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഹദീസ് ലഈഫാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് രേഖപ്പെടുത്തി വെക്കുന്ന പണ്ഡിതൻ വരെയുള്ള പരമ്പരയിൽ സ്വീകാര്യോഗ്യരല്ലാത്ത ചില ആളുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് വ്യക്തമായി തെളിഞ്ഞിട്ടില്ല. നബി പറഞ്ഞു എന്ന ഉറപ്പ് കിട്ടിയിട്ടില്ല. ഉറപ്പില്ലാത്ത കാര്യത്തെ നമുക്ക് പിൻപറ്റാൻ പറ്റുമോ? വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറയാണ്, നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിനെയും നീ പിന്തുടരാൻ പാടില്ല. കേൾവിയും കാഴ്ചയും ഹൃദയവുമെല്ലാം അല്ലാഹുവിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്തമായ ഇൽമ കിട്ടിയതിന് മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. ഒരു ഹദീസ് സഹീഹാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ നിബന്ധനകൾ സഹിതം അത് സ്ഥിരപ്പെട്ടാൽ അതുകൊണ്ട് നമുക്ക് ഇൽമ കിട്ടും, അതുകൊണ്ട് വ്യക്തമായ അറിവ് കിട്ടും. അതുകൊണ്ട് നമ്മൾ അമൽ ചെയ്യുന്നത്. അത് വിശ്വാസ കാര്യങ്ങളിലായാലും ശരി, അമലുകളെ മഹത്വം പറയുന്നതിലായാലും ശരി, അഹ്കാമുകൾ വിവരിക്കുന്നതിനാൽ ഏതിലാണെങ്കിലും ശരി, ഒരു ഹദീസ് സഹീഹാണെന്ന് വന്നാൽ അതുകൊണ്ട് നമുക്ക് വ്യക്തമായ അറിവ് കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു ഹദീസ് ലഈഫാണെന്ന് വന്നാൽ അത് റസൂൽ പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പില്ല.
അതുകൊണ്ട് ഇൽമ കിട്ടുന്നില്ല, അതുകൊണ്ട് അമൽ ചെയ്യാനും പാടില്ല. മാത്രമല്ല ലൈഫായ ഹദീസുകളിൽ പല ഇനങ്ങളുണ്ട്. ഏറ്റവും മോശമായതാണ് മൗദൂ എന്ന് പറയുന്നത്. മൗദൂ എന്ന് പറഞ്ഞാൽ നബിയുടെ പേരിൽ ചില ആളുകൾ കെട്ടിയുണ്ടാക്കിയത്, ചമച്ചുണ്ടാക്കിയത്. അതിന്റെ സനദ് പരിശോധിച്ച് നോക്കിയാൽ അതിൽ മുത്തഹമും ബിൽ കദിബ് അല്ലെ കദ്ദാബ്, കളവ് പറയുന്നവൻ, നബിയുടെ മേൽ കള്ളം ആരോപിക്കുന്നവൻ, എന്തെങ്കിലും കളവ് കെട്ടിയുണ്ടാക്കിയിട്ട് കാല റസൂലുള്ളാഹി, റസൂൽ പറഞ്ഞിരിക്കുന്നു എന്ന് നബിയുടെ പേര് ചാർജ് ചെയ്യാം. അങ്ങനത്തെ ആളുകൾ സനദിലുള്ള ഹദീസിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? മൗദൂആയ ഹദീസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നബിയുടെ പേരിൽ കെട്ടിയുണ്ടാക്കിയ ഹദീസ്. ലഈഫുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ഹദീസാണിത്. അതിനെക്കുറിച്ച് റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും എൻ്റെ പേൽ മനഃപൂർവ്വം ഒരു കളവ് പറഞ്ഞാൽ അവന്റെ സീറ്റ് നരകത്തിൽ റിസർവ് ചെയ്തു കൊള്ളട്ടെ, ഒരുക്കിക്കൊള്ളട്ടെ എന്നാണ്. കണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നതിന്റെ ഹുക്മ്, വിധി എന്താണ്? അത് ഹറാമാണ്, നരകം നിർബന്ധമാക്കുന്ന കാര്യമാണ്. റസൂലുള്ളാഹിന്റെ പേരിൽ റസൂൽ പറയാത്തത് പറയാന്നുള്ളത്. നമ്മൾ പറയുന്നില്ലല്ലോ, നമ്മൾ കിതാബ് കണ്ടത് പറയല്ലേ. ചില ആളുകൾ അങ്ങനെ ചോദിക്കാം, നമ്മളല്ലല്ലോ ഇത് ഉണ്ടാക്കിയത്, ഈ ഹദീസ് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മൾ കിതാബ് കണ്ടു, നമ്മളത് ഉദ്ധരിച്ചു, മഹാന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ചു. സാധാരണക്കാരങ്ങനെയാണ് പറയുന്നത്. സക്കരിയ മൗലാന എഴുതിയതല്ലേ, നിങ്ങൾക്ക് അയാളുടെ അടുത്തിരിക്കാനുള്ള യോഗ്യത ഉണ്ടോ? നിങ്ങൾക്ക് അയാൾ വലിയ ഹദീസ് പണ്ഡിതനല്ലേ? ബർക്കത്തുൽ അസർ, ഈ കാലഘട്ടത്തിന്റെ ബർക്കത്ത് എന്ന് വിശേഷിപ്പിച്ച ഷെയ്ഖുൽ ഹദീസ്, ഹദീസിന്റെ ഗുരു എന്ന് വിശേഷിപ്പിച്ച ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹദീസ് മനപ്പാടമുള്ള ആളാണ് അദ്ദേഹം. നിങ്ങൾക്ക് എന്തറിയും എന്ന് ചോദിച്ചിട്ട് എന്നെയും എന്നെ പോലെ ഇതിനെ വിമർശിക്കുന്നവരെയൊക്കെ കളിയാക്കുന്ന തബ്ലീഗ് സുഹൃത്തുക്കളുണ്ട്. ശരിയാണ്, നമ്മൾ അവരെക്കാൾ സ്ഥാനം കുറഞ്ഞവർ തന്നെയാണ്, യാതൊരു സംശയമല്ല. അവർ വലിയ സ്ഥാനത്തുള്ളവരാണ്. പക്ഷെ വലിയ സ്ഥാനത്തുള്ളവർക്ക് തെറ്റുപറ്റിയാൽ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെയുണ്ടോ? വലിയ ആളാണ്, പക്ഷെ അയാൾ ചെയ്തത് തെറ്റാണ്, അയാൾക്ക് അബദ്ധം സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുണ്ടോ? ആരുടെ തെറ്റും ചൂണ്ടിക്കാണിക്കാം. തെളിവുണ്ടെങ്കിൽ ന്യായപ്രകാരം ചൂണ്ടിക്കാണിച്ചാൽ അത് തിരുത്തേണ്ടതും സ്വീകരിക്കേണ്ടതും അയാളുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല സുഹൃത്തുക്കളെ, കള്ള ഹദീസ് നമ്മൾ ഉണ്ടാക്കണം എന്നില്ല. മറ്റാരോ ഏതോ കാലത്തുണ്ടാക്കിയ കള്ള ഹദീസ് അത് കള്ള ഹദീസാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ പ്രചരിപ്പിച്ചാലോ നമ്മളും ആ കുറ്റത്തിൽ പങ്കാളികളായി. അതും റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. മൻ ഹദ്ദസ അന്നി ബിഹദീസിൻ യുറാ അന്നഹു കദിബുൻ ഫഹുവ അഹദുൽ കാദിബൈൻ. ആരെങ്കിലും എന്നെ സംബന്ധിച്ചുള്ള ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു, ഹദീസ് പറയുന്നു, അയാൾക്കറിയാം ഇത് കളവാണ് എന്ന്, അയാൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്, എന്നിട്ടും അയാൾ അത് പറയുകയാണെങ്കിൽ അയാൾ രണ്ട് കള്ളന്മാരിൽ ഒരാളാണ്. രണ്ട് കള്ളനേതാ? ആദ്യം ഇത് ഉണ്ടാക്കിയ കള്ളൻ, ഇപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്ന കള്ളനും. കണ്ടോ? അപ്പൊ ആ കള്ളത്തരത്തിന്റെ സ്ഥാനം എവിടെയാണ്? നരകത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂല് തീർത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇവരുടെ അമലുകളെ മഹത്വങ്ങൾ എന്ന പുസ്തകത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് ഹദീസുകൾ കൊടുത്തിട്ട് അതിനെയൊക്കെ ന്യായീകരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഹദീസുകൾ അമലുകളെ മഹത്വം വിവരിക്കുന്നതിന് ഉപയോഗിക്കാമെന്ന് ചില മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ മുഹദ്ദിസുകൾക്കിടയിൽ സാർവാംഗീകൃതമായ ഒരു തത്വമല്ല ഇത്. ഒരു ഹദീസ് അത് അമലുകളെ മഹത്വം വിവരിക്കുന്ന ഹദീസ് മാത്രമാണ് എങ്കിൽ അത് അല്പം ലഅഫുണ്ടെങ്കിലും അല്പം ദുർബലതയുണ്ടെങ്കിലും പരിഗണിക്കേണ്ടതില്ല എന്ന് പിൻഗാമികളായ ചില മുഹദ്ദിസുകൾ, നബവിയെ പോലുള്ള ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുതന്നെയും നിരുപാധികമായ ഒരു ലൈസൻസ് അല്ല. അതിനവർ ചില നിബന്ധനകളും പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ നിബന്ധന, ആ ഹദീസ് ലഈഫുൻ ജിദ്ദൻ, അങ്ങേയറ്റം ദുർബലം എന്ന ഗണത്തിൽപ്പെട്ടതാകാൻ പാടില്ല. ഹദീസുകളുടെ കൂട്ടത്തിൽ ഹദീസിന്റെ പരമ്പര പരിശോധിക്കുമ്പോൾ അതിന്റെ സനദിലുള്ള ആളുകൾ ചിലപ്പോ അത്രയൊന്നും വലിയ കുറ്റക്കാരായിരിക്കില്ല. പ്രായം ചെന്നപ്പോൾ അയാൾ കുറേശ്ശെ മറവി പറ്റി, പ്രായം ചെന്നപ്പോൾ അദ്ദേഹം ഹദീസ് എഴുതി വെച്ചിരുന്ന കിതാബ് കാണാതായി പോയി, ഉദ്ധരിക്കുന്നതിൽ അയാൾക്ക് ചില കുഴപ്പങ്ങൾ സംഭവിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ദോഷമാണെങ്കിൽ അങ്ങനത്തെ ഹദീസുകളെ വലിയ ലഈഫ് എന്ന് പറഞ്ഞുകൂടാ. അതേസമയത്ത് കളവ് പറയുന്നവൻ, റസൂലിനെതിരായി കള്ളക്കഥകൾ ഉച്ചരിപ്പിക്കുന്നവൻ, അതുപോലെ തന്നെ റാഫിളി എന്നിങ്ങനെ നബി കുടുംബത്തെ ചീത്ത പറയുന്നവൻ, അതുപോലെ തന്നെ മദ്യപിക്കുന്നവൻ, ശൈത്താൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിലോ ആ ഹദീസ് ലഈഫുൻ ജിദ്ദൻ, അങ്ങേയറ്റം ദുർബലമാണ്. അങ്ങനത്തെ ഹദീസുകളായിരിക്കാൻ പാടില്ല. സുഹൃത്തുക്കളെ, ആർക്കാണ് ഇത് മനസ്സിലാകുക? സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവുമോ? ഒരു ഹദീസ് കണ്ടാൽ ഇത് ലഈഫ്, ചെറിയ ലഈഫാണോ വലിയ ലഈഫാണോ എന്ന് മനസ്സിലാകുമോ? വലിയ മുഹദ്ദിസുകൾക്ക് മാത്രമേ സുഹൃത്തുക്കളെ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സനദുകൾ പരിശോധിച്ച് സനദിലുള്ള റിജാലുകളെ സംബന്ധിച്ച്, റാവികൾ റിപ്പോർട്ടർമാരെ സംബന്ധിച്ച് വ്യക്തമായി പഠിച്ച് താരതമ്യം ചെയ്തിട്ട് ഇത് ലഈഫ്
ഇത് ലഈഫുൻ ജിദ്ദൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു ഹദീസ് ദുർബലമാണ്, പക്ഷെ അത് അമലുകളുടെ മഹത്വം പ്രചരിപ്പിക്കുന്നതിന് ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല, വലിയ മുഹദ്ദിസുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഒന്നാമത്തെ ഷർത്ത് അതാണ്. അപ്പൊ പിന്നെ സാധാരണക്കാരത് ഉപയോഗിക്കാൻ പാടുണ്ടോ? സാധാരണക്കാർ വായിക്കുന്ന പുസ്തകങ്ങളിൽ അത് കോട്ട് ചെയ്യാൻ പാടുണ്ടോ? എഴുതി വിടാൻ പാടുണ്ടോ? പാടില്ല. കാരണം അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഏതാണ് ലഈഫുൻ ജിദ്ദൻ, ഏതാണ് സഹീഹ്, ഏതാണ് ചെറിയ ലഈഫ് എന്ന് അറിയാൻ കഴിയില്ല. രണ്ടാമത്തെ ഷർത്ത്, ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം വേറെ ഒരു ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു പുണ്യകർമ്മമായിരിക്കണം. കണ്ടോ, ഈ ഖുർആനിലും വേറെ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, അത് സഹിയായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ മഹത്വം വിവരിക്കുന്ന വേറൊരു ഹദീസ്, അതിന്റെ കൂലി പറയുന്ന ഒരു ഹദീസ്, അതിൽ ചെറിയ ദുർബലതയുണ്ട്. അതിൽ ഒരു റാവിക്ക് പ്രായം ചെന്നപ്പോൾ കുറച്ച് മറവി സംഭവിച്ചത്, അങ്ങനെയുള്ള ചെറിയ ദുർബലതയുണ്ടെങ്കിൽ അത് പരിഗണിക്കേണ്ടതില്ല. കാരണം ആ അമൽ ഇവിടെ വേറെ നിലക്ക് സ്ഥിരപ്പെട്ടതാണ്, അതുകൊണ്ട് അതിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഹദീസാണ്. ഇതാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ ഹദീസ് ഉപയോഗിച്ച് അമൽ ചെയ്യുമ്പോൾ ഇത് നബി പറഞ്ഞു എന്നയാൾ വിശ്വസിക്കാൻ പാടില്ല, നബിയിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്നയാൾ കരുതാൻ പാടില്ല. അത് ഉദ്ധരിക്കുമ്പോൾ തന്നെ ഫഖദ് റുവിയ, ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, ഫഖദ് ജാഫിൽ ഹദീസ്, ഹദീസിൽ ഇങ്ങനെ വന്നിരിക്കുന്നു എന്നൊക്കെ പറയാൻ പാടുള്ളൂ. റസൂൽ പറഞ്ഞു എന്നോ റസൂലിൽ നിന്ന് ഞാൻ കേട്ടുന്നോ ഖണ്ഡിതമായി പറയുന്ന രീതി സ്വീകരിക്കാൻ പാടില്ല. ഇത്രയും ഷർത്തുകളോട് കൂടിയാണ് യഥാർത്ഥത്തിൽ ചില ദുർബലമായ ഹദീസുകൾ അമലുകളുടെ പോരിശകൾ വ്യക്തമാക്കാൻ ഉപയോഗിക്കാമെന്ന് പിൽക്കാലക്കാരായ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെ എല്ലാവരും അംഗീകരിച്ചാൽ കേട്ടോ. സലഫി പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ തത്വം തന്നെ തെറ്റാണ്. ദുർബലമായ ഹദീസ് യാതൊരു സാഹചര്യത്തിലും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് സലഫികളുടെ നിലപാട്. കാരണം എന്താണ്? ഒരു ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞാൽ റസൂൽ അത് പറഞ്ഞു എന്ന് ഉറപ്പില്ല. അങ്ങനെയുള്ള കാര്യം ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മുടെ അമലുകൾക്ക്, നമ്മുടെ അഖീദകൾക്ക്, നമ്മുടെ മുആമലാത്തുകൾക്ക് എല്ലാം വ്യക്തമായ സഹീഹായ പരമ്പരയിൽ വന്നിട്ടുള്ള ഹദീസുകൾ തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് ഒരു ദുർബല ഹദീസും ഒരു സന്ദർഭത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ തബ്ലീഗ് ജമാഅത്തുകാരുടെ പുസ്തകത്തിൽ ഈ ഒരു വാതിലിലൂടെ കടന്നു ചെന്ന് ലൈഫായ ചില ഹദീസുകൾ അമലുകളെ മഹത്വം വിവരിക്കാൻ ഉപയോഗിക്കാമെന്ന പിൽക്കാലക്കാരുടെ അഭിപ്രായത്തിൽ കടിച്ചു തൂങ്ങി ഒരുപാട് കള്ള ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ കേട്ടുപരിചയമുള്ളതാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹം ആ കനി തിന്നപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പടച്ചവനെ, ഞങ്ങളോട് അക്രമം പ്രവർത്തിച്ചു, നീ ഞങ്ങളോട് പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകുന്നു. എന്നാൽ അത് സംബന്ധമായിട്ടൊരു കള്ളക്കഥയുണ്ട്, ഹാക്കിം ഉദ്ധരിച്ച കള്ളക്കഥ. എന്താണ് കള്ളക്കഥ? ആദം ഇങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ അള്ളാന്റെ സിംഹാസനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് രേഖപ്പെടുത്തിയത് കണ്ടു. ഇതാരുടെ? അത് അള്ളാന്റെ പേരിന്റെ കൂടെ ഒരു മുഹമ്മദ്. ഓ, വലിയ ആളാവും, അല്ലെങ്കിൽ അള്ളാന്റെ പേരിന്റെ കൂടെ പറയില്ലല്ലോ. അങ്ങനെ അദ്ദേഹം മുഹമ്മദ് നബിയെ കുറിച്ച് മനസ്സിലാക്കി. എന്നിട്ട് മുഹമ്മദ് നബി ഹക്ക് കൊണ്ട് അള്ളാഹിനോട് തേടി. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു എന്നൊരു കള്ളക്കഥ സാധാരണ ഖുറാഫി മുസ്ലിയാക്കന്മാർ ഉദ്ധരിക്കുന്നതാണ്, ഹക്ക് കൊണ്ടുള്ള തവസ്സുലിനെ സ്ഥാപിക്കാൻ. ഈ കള്ളക്കഥ തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകത്തിൽ 2ഓ 3ഓ സ്ഥലത്ത് ന്യായീകരിച്ചിട്ടുണ്ട്. അത് സത്യസന്ധമാണ് എന്ന നിലക്ക്. കണ്ടോ? അതുകൊണ്ട് മാത്രമല്ല, മൗലൂദ് കിതാബിനുണ്ടല്ലോ, നബിയെ, നിങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ദുനിയാവിനെ തന്നെ ഞാൻ പടക്കുമായിരുന്നില്ല, പ്രപഞ്ചത്തെ തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല. കള്ള ഹദീസാണ്, മൗദൂഅ്, നബിന്റെ പേരിൽ കെട്ടിയുണ്ടാക്കിയതാ. ആ ഹദീസും തബ്ലീഗുകാരുടെ കിതാബിൽ ന്യായീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇഖ്തിലാഫു ഉമ്മത്തി റഹ്മ, എന്റെ സമുദായത്തിലെ അഭിപ്രായ വ്യത്യാസം സമുദായത്തിന് അനുഗ്രഹമാണ് എന്ന് പറയുന്ന കള്ള ഹദീസ് അത് ന്യായീകരിച്ചിരിക്കുകയാണ് അതില്. അതുപോലെ അസ്ഹാബി കന്നുജൂം ബി അയ്യിഹിം ഇഖ്തദൈതും മിഹ്തദൈതും, എന്റെ സഹാബികൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിലാകും. കള്ള ഹദീസ്. ഇത് സാമ്പിൾ മാത്രം പറഞ്ഞതാണ്. ഇതുപോലെയുള്ള ഒരുപാട് കള്ള ഹദീസുകൾ, ഇങ്ങനെ കള്ള ഹദീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ശിർക്ക് ബിദ്അത്തുകളെ തബ്ലീഗ് ജമാഅത്തുകാർ അവരുടെ കിതാബിലൂടെ ജനങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തെ വ്യത്യാസം പ്രമാണങ്ങളിലുള്ള വ്യത്യാസമാണ്. നമ്മൾ സഹീഹായത് മാത്രം സ്വീകരിക്കുന്നു. ഒരു സന്ദർഭത്തിലും ലഈഫായ ഹദീസ് ഉപയോഗിക്കാൻ പാടില്ല, കള്ളക്കഥകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറയുന്നു. ഇവരങ്ങനെയല്ല, ജനങ്ങളെ അമലിന് പ്രേരിപ്പിക്കാൻ ഏത് കള്ളക്കഥയും ഉദ്ധരിക്കാം. ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നു,
ഏതാ ഉസ്താദ് ഈ മഹാൻ ചോദിക്കാൻ പാടില്ല. ഒരു മഹാനെ കുറിച്ച് ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, പറയപ്പെട്ടു, പറഞ്ഞു, ആളില്ലാത്ത വർത്താനം തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന ഇസ്ലാമിന്റെ നിയമം. നബി എന്താ പറഞ്ഞ? ഖീലയും ഖാലയും ഉപയോഗിക്കരുതെന്നാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ കരിഹ ലക്കും ഖീല വഖാൽ. ഖീലയും ഖാലയും അല്ലാഹു നിങ്ങൾക്ക് വിരോധിച്ചിരിക്കുന്നു. പറയാൻ പാടില്ല. കേട്ടതും അങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ കേട്ടിരിക്കുന്നു, ഇതൊന്നും പറയാൻ പാടില്ല. അഡ്രസ് ഉള്ള വർത്താനം മാത്രമേ പറയാൻ പാടുള്ളൂ. പക്ഷേ തഅലീം കിതാബിലെ പലപ്പോഴും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു മഹാനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നു, മഹാനവറുകളെ കുറിച്ച്. ഏതാണ് ഈ മഹാനവറുകൾ എന്ന് അത് എഴുതിയ ആൾക്ക് അറിയോന്ന് അറിഞ്ഞുകൂടാ, വായിക്കുന്ന ആൾക്ക് ഏതായാലും മനസ്സിലാവില്ല. അതുകൊണ്ട് പ്രമാണങ്ങളിലുള്ള വ്യത്യാസമാണ് ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം, ദഅവത്ത് സംഘടനയാണല്ലോ ഇവർ. ദഅവത്താണ് ഞങ്ങളെ ലക്ഷ്യമെന്നാണ് അവർ പറയുന്നത്. ദഅവത്തിനു വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചവരാണെന്നാണ്. ശരി, ദഅവത്തിന് ആരെയാണ് മാതൃകയാക്കേണ്ടത്? അമ്പിയാക്കളെയാണ് മാതൃകയാക്കേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെയാണ് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുസ്ലിമീങ്ങൾ മാതൃകയാക്കേണ്ടത്. സൂറത്ത് അൻആമിൽ 18ഓളം പ്രവാചകന്മാരെ ചരിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ച ശേഷം അള്ളാഹു പറയുന്നു, ഉലൈകല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹു മുഖ്തദിഹ്. ഇവരെയാണ് അള്ളാഹു സന്മാർഗത്തിലാക്കിയത്, ആ സന്മാർഗത്തെ നീ പിന്തുടരുക. മാത്രമല്ല, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കതീറാ. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉത്കൃഷ്ടമായ മാതൃകയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്നവർക്ക്, അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ റസൂലിൽ, അതായത് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വ്യക്തമായ മാതൃകയുണ്ട്. അപ്പൊ പിന്നെ ദഅവത്തിന് നമ്മൾ വേറെ ഒരു മാതൃകയും അന്വേഷിച്ചു പോകേണ്ടതില്ല. എന്നാൽ ഇവർ പ്രവാചകന്മാരെയല്ല മാതൃകയാക്കുന്നത്. മുഹമ്മദ് ഇല്യാസ് നാനൂത്തവി അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രബോധന ശൈലിയാണ് അവരിപ്പോൾ അനുകരിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ബദിയുസ്സമാൻ നൂർസി എന്ന് പറയുന്ന ഹിജ്റ 1379 മരിച്ച ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പ്രബോധന ശൈലി ആദ്യം കൊണ്ടുവന്നെന്നും ഹിജാസിൽ പോയപ്പോൾ, ഹജ്ജിന് പോയപ്പോൾ മുഹമ്മദ് ഇല്യാസിന് ഇത് മനസ്സിലായതാണെന്നും അങ്ങനെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് അത് കൊണ്ടുവന്നത് എന്നും പറയുന്നു. ഏതായിരുന്നാലും പഞ്ചാബിലുള്ള മേവാത്തി എന്ന പ്രദേശത്ത് ജനങ്ങൾ ദീനിൽ നിന്ന് അകന്നുപോയി മുസ്ലിം നാമധാരികൾ മാത്രമായി അധപ്പതിച്ചപ്പോൾ മുഹമ്മദ് ഇല്യാസിന് വിഷമം തോന്നി. അദ്ദേഹം തന്റെ ഗുരുക്കളായ അഹമ്മദ് ഗംഗോഹി, റഷീദ് അഹമ്മദ് ഗംഗോഹി, അഷ്റഫ് അലി താനവി മുതലായവരുമായി കൂടിയാലോചിച്ച് ഒരു പ്രവർത്തന ശൈലി തുടങ്ങി. വീടുകൾ തോറും കയറിയിട്ട് ജനങ്ങളെ ദീനിലേക്ക് ക്ഷണിക്കുക, ദീനിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ മേവാത്ത് പ്രദേശത്ത് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന ശൈലി വിജയിച്ചു. അത് ലോകത്തുടനീളം അദ്ദേഹം പ്രചരിപ്പിച്ചു.